ജീവനെടുക്കുന്ന ഓൺലൈൻ വായ്പാ സംഘങ്ങൾക്ക് ആരാണ് മൂക്കുകയറിടുക? എറണാകുളം വേങ്ങൂരിലാണ് ഒടുവിലത്തെ സംഭവം. നഗ്നചിത്രങ്ങൾ പ്രചരിപ്പിക്കുമെന്ന ഭീഷണിയെ തുടർന്ന് യുവതി ജീവനൊടുക്കി. വേങ്ങൂർ എടപ്പാറ സ്വദേശിനി ആരതിയെയാണ് കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആരതിയുടെ ഫോണിൽ നിന്നും ലോൺ ആപ്പ് സന്ദേശങ്ങൾ പോലീസ് കണ്ടെത്തി. മാസം മുൻപ് എറണാകുളം കടമക്കുടിയിൽ ഒരു കുടുംബത്തിലെ 4 പേരെയാണ് ഈ ഓൺലൈൻ ലോൺ എടുത്തതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. ഇത് വലിയ രീതിയിൽ വാർത്തയാകുകയും പിന്നീട് വിദഗ്ധന്മാരടക്കം വലിയ രീതിയിൽ ഈ ഓൺലൈൻ ലോണുകൾക്ക് പിന്നിലുള്ള ചതിക്കുഴികളെ കുറിച്ച് വിശദമായി സംസാരിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നലെ വൈകുന്നേരം പെരുമ്പാവൂർ സ്വദേശിയായ ആരതിയും ഇത്തരത്തിൽ ഓൺലൈൻ മുഖേന ലോൺ എടുത്തതിനെ തുടർന്ന് വായ്പ എടുത്തതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്ന ഞെട്ടിപ്പിക്കുന്ന വിവരം കൂടി പുറത്തുവരുന്നത്. ഇന്നലെ ഉച്ചയോടുകൂടിയായിരുന്നു ആരതിയെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതിന് കേസിന് ആസ്പദമാകുന്ന സംഭവം ഇങ്ങനെയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ആരതി ഓൺലൈനിൽ ഒരു ഗെയിം കളിക്കുന്നുണ്ടെന്ന് കുടുംബം സ്ഥിരീകരിക്കുന്നുണ്ട്. അതുവഴി ആരതിക്ക് പലപ്പോഴായി പണം ലഭിക്കുന്നുണ്ട് എന്നുകൂടി കുടുംബത്തെ അറിയിക്കുന്ന സാഹചര്യമുണ്ടായി. ഇത് ഭർത്താവിനോട് പറഞ്ഞപ്പോൾ ഭർത്താവ് ആരതിയെ വിലക്കുന്നുണ്ട്. ഇതിന് പിന്നിൽ വലിയ രീതിയിലുള്ള ചതിക്കുഴികൾ ഉണ്ടാകും, ഇങ്ങനെ സൗജന്യമായി നമുക്ക് പണം തരുകയില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ വീട്ടമ്മ ആയതിനു ശേഷം ജോലിക്ക് പോകാൻ കഴിയാത്തതിനെ തുടർന്ന് ഈ വീട്ടിലിരുന്ന് ജോലി നോക്കുക, പണം സമ്പാദിക്കുക എന്നുള്ള രീതിയിലേക്കായിരുന്നു ആരതി പോയിരുന്നത്. ഇത് തന്നെയാണ് ഇത്തരത്തിൽ വലിയൊരു ചതിക്കുഴിയിലേക്ക് ആരതി വീഴാനും കാരണമെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് ഈ ലോൺ എടുത്തവർ, അതായത് ഓൺലൈൻ വഴി ബാങ്കിൽ നിന്നും വായ്പ എടുത്തു. ഇത് തിരിച്ചടയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആരതിയെ നിരന്തരം ഇവർ ബന്ധപ്പെട്ടിരുന്നു. ഇത് ആരതിയുടെ ഫോൺ നടത്തിയ പരിശോധനയിൽ പോലീസ് സ്ഥിരീകരിക്കുന്നുമുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ആരതിയുടെ ഫോണിലേക്ക് മെസ്സേജ് വരുന്നു. അടച്ച തുക, ഈ ലോൺ എടുത്ത തുക പലപ്പോഴായി കുറച്ചൊക്കെ ആരതി തിരിച്ചടച്ചുവെങ്കിലും കൂടുതൽ തുക ഇവർ ആവശ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി. കൂടുതൽ തുക തന്നില്ല എന്നുണ്ടെങ്കിൽ ആരതിയുടെ മോർഫ് ചെയ്ത നഗ്നചിത്രം ഭർത്താവിനും ബന്ധുക്കൾക്കും അയച്ചു കൊടുക്കും എന്നുള്ളൊരു സന്ദേശം വരുന്നു. ഇതിന് പിന്നാലെ ആരതി ആ സന്ദേശത്തിന് മറുപടിയായി അങ്ങനെ ഉണ്ടായാൽ താൻ ആത്മഹത്യ ചെയ്യും എന്നുള്ളൊരു മറുപടി കൂടി ഈ നമ്പറിലേക്ക് തിരിച്ചയക്കുന്നുമുണ്ട്. എന്തായാലും ഭർത്താവിനും ആരതിക്കും ഒരേ സമയമാണ് ആരതിയുടെ മോർഫ് ചെയ്ത നഗ്നചിത്രം ഇവർ ഫോണിൽ അയച്ചു കൊടുത്തത് എന്ന് പോലീസും ഭർത്താവും സ്ഥിരീകരിക്കുന്നുണ്ട്. ഇത് കണ്ട ശേഷം ഭർത്താവ് ആരതിയുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു. ഭർത്താവ് വിദേശത്താണ്. പക്ഷെ ആരതി ഫോൺ എടുക്കാത്തതിനെ തുടർന്ന് മാതാപിതാക്കളോട് ആരതിയെ തന്നെ എത്രയും വേഗം വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ വീട്ടിൽ മുറി അടച്ചിരുന്ന ആരതിയെ പലപ്പോഴായി വിളിച്ചെങ്കിലും ആരതി മുറി തുറക്കാൻ കൂട്ടാക്കിയില്ല. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ ആരതിയെ കണ്ടുകിട്ടിയത്. പെട്ടെന്നുള്ളൊരു മാനസിക വിദ്വേഷത്തിൽ ചേട്ടൻ്റെ ഫോണിലേക്ക് ഇതുപോലെ നഗ്നചിത്രങ്ങൾ മോർഫ് ചെയ്ത് അയക്കുക എന്നുള്ള രീതിയിൽ അയച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ കാരണമാണ് ഇത് ചെയ്തതെന്നാണുള്ള നമ്മുടെ വിശ്വാസം. ബാങ്കിൽ കിടന്ന കുറച്ച് തുക ഉണ്ടായിരുന്നു. അതുകൂടാതെ കുറെ ആളുകളിൽ നിന്ന് ഇത് ചെയ്ത് പൈസകളെല്ലാം ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. എത്രയാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് പുറത്തു പറയാൻ മടിക്കുന്നുണ്ടാവും. എന്നിരുന്നാലും എത്രയാണെന്ന് അറിയാം. സന്ദേശം അയച്ച ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ ഇത് പാകിസ്ഥാനിൽ നിന്നുള്ളൊരു നമ്പറാണെന്ന് അന്വേഷണ സംഘത്തിന് മനസ്സിലായി. അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പരമാവധി ആളുകളെ, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ്, ഏതൊക്കെ ആളുകളിൽ നിന്നാണ്, ഏതൊക്കെ ബാങ്കുകളിൽ നിന്നാണ് ആരതി വായ്പ എടുത്തത് എന്നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം പരിശോധിച്ചു വരുന്നുണ്ട്.